ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മമ്മേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് അമ്മമ്മ ചായ തരുന്നതും ചായ കുടിക്കുന്നതും അമ്മമ്മേരെ ഇന്നത്തെ വിശേഷങ്ങളും അത് നമ്മളെ മൊത്തത്തിൽ നമ്മൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് പോവാം. നമ്മൾ ഓമനക്കുട്ടി ഇവിടെ ഉണ്ട്. തുടക്കത്തിൽ തന്നെ നമ്മൾ ഓമനക്കുട്ടീനെ കാണിക്കാം. ഓമനക്കുട്ടി ഓമനക്കുട്ടി അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഓമനക്കുട്ടീനെ നമ്മൾ വരുമ്പം തന്നെ വേണ്ടത് ഓമനക്കുട്ടിയെ നമ്മൾ നോക്കിക്കോന്ന് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുമെന്ന്. അപ്പം നമുക്ക് നമ്മളെ അമ്മമ്മേടെ അടുത്തേക്ക് പോവാം. അമ്മമ്മയുടെ ഇല്ലത് ഇതാ അമ്മമ്മ അടുക്കളയിലെ പോലും ഇല്ലത്. അമ്മമ്മ ഇങ്ങോട്ട് വന്നാട്ടെ. ഇതാ അമ്മമ്മേടെ അടുക്കള ഇതാ ഇതിൽ കൂടെ നോക്കിയാൽ കാണും അടുക്കള. അമ്മമ്മ അടുത്ത് ലൈറ്റ് ഓഫ് ആക്കി. അപ്പോ നമ്മളെ അമ്മമ്മ ഇതാ പഞ്ചസാര എടുത്തിട്ട് വന്നിട്ടുണ്ട്. അമ്മമ്മേ എന്തെല്ലാം അമ്മമ്മ നമ്മൾ ഇന്നത്തെ കാര്യങ്ങള് വിശേഷങ്ങള്? പിന്നെ ഒരു കറി ഉണ്ടാക്കിയത് കണ്ടില്ലേ? അതെ കണ്ടു. ഇനി പിന്നെ അമ്മമ്മക്ക് ചായ മതി, പാല് മോന് തരാൻ വേണ്ടി. അതെ, ഇവന് കൊടുക്കുന്നില്ല ഒന്നും. ഓമനക്കുട്ടിക്ക് കൊടുക്കാം, ഒരു കേക്ക് കൊടുക്കാം, ചായയും കൊടുക്കാം. ചായ കൊടുത്തേ. പഞ്ചസാര മോന് പാലിലിടാൻ. അതാ അമ്മമ്മ പാലില് പഞ്ചസാര ഇടുന്നു. ഇത് നമുക്ക് ഞാൻ കൊണ്ടുവന്ന കേക്കാണ് ചായക്കൂന്ന്. മോനെ അമ്മമ്മ 2 മുട്ട വാങ്ങിനാ? അമ്മമ്മ ഇവിടെ പുഴുങ്ങല്ലേ മുട്ട എന്തിനാ വാങ്ങിന്? പിന്നെ അടുപ്പില് വേഗം കത്തൂലല്ലോ മോനെ, മഴ പെയ്തിട്ട് വിറകല്ല നനഞ്ഞിന്, വേഗം കത്തൂല. അതുകൊണ്ട് അമ്മ ഇനി പൂങ്ങ ഇടുന്നു. അതെ, ഇന്ന് പിന്നെ പെട്ടെന്ന് മോൻ വരുമ്പോഴത്തേക്ക് നേരം പെയ്ത് പോകും. വന്നിട്ട് പുഴുങ്ങിട്ട് വേഗം ആവൂല മോൻ. നേരം പെയ്തിട്ട് ചായ കുടിക്കാൻ. അതെ, എന്നിട്ടാ വാങ്ങി. 2 വാങ്ങിയിട്ടില്ലോ. അതെ അത് മതി. അല്ല അത് ഇടുന്ന് പുഴുങ്ങിയാൽ മതി. പക്ഷെ വല്ല വിറകെല്ലാം നനഞ്ഞല്ലേ? വിറക് നനഞ്ഞതുകൊണ്ടാണ്. ഈ കറി വെക്കാൻ കുറച്ച് അടുപ്പിനെല്ലാം രാവിലെ കൊത്തിയിട്ട് ചെറുങ്ങനെ ആക്കി, അതുകൊണ്ട് വേഗമായി. അതെ. അപ്പോ അമ്മമ്മ പാല് പഞ്ചസാര ഇട്ടു. അമ്മമ്മ ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാ? ചായ ഇങ്ങോട്ട് എടുക്കണം. അമ്മമ്മ ഇങ്ങോട്ട് എടുത്തു ചായ. കപ്പിൽ ഒഴിച്ചോ? അമ്മമ്മ പാല് വന്നിട്ടുണ്ട്. നമ്മളെ ഓമനക്കുട്ടി അങ്ങോട്ടേക്ക് നോക്കിയിരിക്കുന്നു. ഓമനക്കുട്ടി റോഡിലേക്ക് നോക്കിയിരിക്കുന്നു. ഓമനക്കുട്ടി ഇതാ ഓമനക്കുട്ടി നോക്കുന്നുണ്ട്. ആ അമ്മമ്മ അമ്മമ്മേരെ ചായ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നോ? പഞ്ചസാര എങ്ങ് വെച്ചോ. ഒരു പാക്കറ്റ് നുറുക്ക് വാങ്ങിയതാണ് മോനെ. നുറുക്ക് വാങ്ങിനി. അതെയാ? ഇതാ അമ്മമ്മ ഒരു പേക്ക് മുറുക്ക് വാങ്ങിയിട്ട് നമുക്ക് ഒന്ന്. അമ്മമ്മ അതിന്റെ എന്നാ കവറൊന്ന് മുറിച്ചാട്ടെ, പൊട്ടിക്കാൻ കിട്ടുന്നില്ല. അതെ, കത്തി ഒന്നൊന്ന് മുറിച്ചാട്ടെ. അത് അമ്മമ്മ അപ്പൊ ഇത് മുറിച്ചു. ഇനിയിപ്പോ നമുക്ക് ഇതും കൂടി ഉണ്ട് ചായക്കല്ലേ? ഇതും കൂടെ കഴിച്ചോ. അതെ, നല്ല ചെറിയ നല്ല അരി നുറുക്ക്. നല്ല തന്നെ. അതെ, വേറെ പാത്രത്തിലിട്ടോ, അല്ല ആ പ്ലേറ്റിലിട്ടോ. കേക്കിന്റെ ഒപ്പം കേക്കിന്റെ ഒപ്പം തന്നെ ഇട്ടോ. പെന്നെ തിന്നണ്ടല്ലോ. അപ്പോ അമ്മമ്മ ഇതിലേക്ക് ഇടുന്നു, കേക്കിന്റെ ഒപ്പം തന്നെ ഇടുന്നു. ഓമനക്കുട്ടിയാണെങ്കിൽ ഫുള്ള് വെയിറ്റിംഗ് ആണല്ലേ? ഓമനക്കുട്ടിക്ക് അമ്മ ഒരു മുറുക്ക് കൊടുത്തിട്ടുണ്ട്. ഓമനക്കുട്ടിക്ക് വേണ്ട മുറുക്ക് വേണ്ട ഓമനക്കുട്ടിക്ക്. അതാ മതി. ഓമനക്കുട്ടിക്ക് മുറുക്ക് ഇഷ്ടല്ല. പിന്നെ ആ 2 മുട്ടയിൽ കൊണ്ടൊക്കെണ്ടല്ലോ. അത് അമ്മമ്മ കൊണ്ടുവച്ചോ. അല്ലെങ്കിൽ വയ്യാ മതി. അമ്മമ്മ എന്നാ പിന്നെ അമ്മമ്മേരെ ചായ എടുത്തിട്ട് വന്നേ. സൂപ്പർ ചായ. അപ്പോ അമ്മമ്മ ചായ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മമ്മേരെ ചായ. അമ്മമ്മ ചായ കുടിക്കുന്നല്ലേ? അമ്മമ്മ പാല് കുടിക്കില്ല. പാല് ശരിയല്ല. രാത്രി കിടക്കുമ്പോ ഒരു ഗ്ലാസ് കാച്ചിയത് കുടിക്കും. പിന്നെ രാവിലെ എല്ലാം ചായ തന്നെ, വൈകുന്നേരവും ചായ തന്നെ. കിടക്കുമ്പോ ഒരു ഗ്ലാസ് പാല് കാച്ചിയത്. അതെ,
രാവിലത്തേക്ക് കൊള്ളൂല ഓനെ പാല്. ഇപ്പൊ മഴയായതുകൊണ്ട് അങ്ങനെ മോശാവൂല. അതെ. അമ്മമ്മ കുടിക്കൽ തന്നെയാണ്. ആ പാലെപ്പം വാങ്ങും. 30 റുപ്യ അല്ല ഇപ്പല്ല 30, 28 വരെ പാല് വന്നു. അതെ. അമ്മമ്മ എന്നാ പിന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇതെടുത്താട്ടെ, കടി എടുത്താട്ടെ. കേക്ക് എടുത്തോ? കേക്ക് എടുക്കാം. അമ്മമ്മ ഒരു കേക്ക് എടുക്കുന്നുണ്ട്. ടീ കേക്ക്. അല്ല, ഇത് കപ്പ് കേക്ക്. ടീ കേക്ക് മറ്റേതല്ലേ? ആ, നീളമില്ലത്. ഞാനൊരു മുറുക്ക് എടുക്കുന്നുണ്ട്. നല്ലല്ലേ അമ്മമ്മേ? ഓമനക്കുട്ടിക്ക് ഒരു ഭക്ഷണം കൊടുക്കട്ടാ? ഓമനക്കുട്ടിക്ക് കൊടുത്തില്ലേ? ഓമനക്കുട്ടിക്ക് കൊടുത്തിട്ടാ? അമ്മമ്മ ഇത് കഴിക്കട്ടു, എന്നിട്ട് ഒരു ഭക്ഷണം കൊടുക്കാം. ആ, എന്നിട്ട് കൊടുത്താ മതി. ഇവിടെ വരുവോ ഓമനക്കുട്ടി? അല്ലേ മോന്റെ ബാക്കിലതാ കിടക്കുന്നു. ആ, ഓമനക്കുട്ടി എന്റെ ബാക്ക് കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഓമനക്കുട്ടി ഇതാ. വീട് ഓമനക്കുട്ടി. ഓമനക്കുട്ടി, ഓമനക്കുട്ടി, ഓമനക്കുട്ടി നോക്കുന്നില്ല. ചായ കുടിക്കുന്ന കണ്ടിട്ട് ഓമനക്കുട്ടി ഇങ്ങോട്ട് കയറി വന്നെയാണ്. കൊടുക്കട്ടെ ഒരു ഭക്ഷണേ. ഇത് കൊടുക്കുമ്പോ നോക്കൂ. എന്നടാ അല്ല എന്റെ മോന് നല്ല മോനല്ലേ. ഓമനക്കുട്ടിക്ക് കടലാസ് കൊടുത്താ ഇത് കൊടുക്കാം. നല്ല മോനാണേ. അത് നുറുക്കിന്റെ പാക്കറ്റാണ്. ഇതാ ഒരു കഷ്ണം കൂടെ തരാം. ഇത് തിന്നിട്ടേ. ഓമനക്കുട്ടി അന്നേരം തന്നെ തിന്നു കഴിഞ്ഞു. ഒരു കഷ്ണം കൂടി. ഓമനക്കുട്ടിക്ക് ഇത് തിന്നിട്ട് ഒന്നും ആയിട്ടാന്ന് തോന്നുന്നു. ഇനിയും വേണം തോന്നുന്നു. അമ്മമ്മ ഓമനക്കുട്ടിക്ക് ചോറ് കൊടുത്തിട്ടേ രാവിലെ അരി പൊങ്ങിച്ചത് കൊടുത്തിനോനെ. അതെയാ? പച്ചരിയാ? അമ്മമ്മ പച്ചരി ഉപ്മാവാക്ക് ആക്കലുണ്ട്. പച്ചരി ഉത്തരപ്പറയല്ലേ കൊടുത്തിന്. എന്നിട്ട് എല്ലാടിയും തണ്ടക്കളിയില്ലേ, തണ്ടക്കളി വരുമ്പോക്ക് വിശന്നു. അതെ. ഇനി ചോറ് കൊടുക്ക. ആ കറിയല്ലൂല്ലേ. ആ, ഈ ഓമനക്കുട്ടി നമ്മളെ അടുത്തുണ്ട് ഇപ്പൊ. ഓന് ഓരോ പ്രാവശ്യം വേണ്ട. ഞാൻ പേപ്പറിൽ ഇട്ട് കൊടുത്തിട്ട് രാവിലെ എടുത്ത് കളയാതിന് ഇന്നലത്തെ ചോറ്. പക്ഷിക്ക് കൊടുക്കും. അതിന് പക്ഷികൾ ഒരു കൂട്ടം വരും. കാക്കി അമ്മമ്മ എണീക്കുന്നതിന്റെ ഇടയിൽ വരും. കയ്യാതെ എങ്ങനെ ആയിപ്പോയെങ്കിൽ ഈ പക്ഷികളെല്ലാം ഞാനെന്നാ വേണ്ടത്? അതെ. പക്ഷികൾ ഒരു 200 പക്ഷികളൊന്നും അല്ല. കളറ് മാറി വരുന്നു. നീല, പച്ച, മഞ്ഞക്കിളി, തൊപ്പിക്കിളി, കാക്ക, അരക്കൊട്ടൻ എല്ലാം വന്നിട്ട് അമ്മമ്മ അടുക്കളയെന്ന് ഒരു ഗ്ലാസ് ചായ രാവിലെ കുടിക്കുമ്പോ കാട വന്നിട്ട് അമ്മമ്മേനെ നോക്കും. ഞാനെന്നാ തലേന്നത്തെ ചോറ് എടുത്തിട്ട് വേഗം മഴയായാലും മഴ നനഞ്ഞിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കും. അങ്ങനെ നോക്കും ഞാൻ പക്ഷികളെയെല്ലാം. അതെ. കാക്കക്കും ബിസ്ക്കറ്റും അങ്ങനെയില്ല. അവർക്ക് എല്ലാവർക്കും ഒരു ബന്ന് പൊട്ടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും മുറ്റത്ത് വന്ന് തിന്നും. അങ്ങനെ എല്ലാവർക്കും കൊടുക്കും ഞാൻ രാവിലെ എണീച്ചിട്ടാകുമ്പോൾ. നമ്മൾ ഒരു ദിവസത്തെ ഒരു ഇതല്ലേ. അവർക്ക് ഇപ്പം മഴയെ തേടുന്നൊന്നും കിട്ടൂലല്ലോ അവനെ. അതുകൊണ്ട് അമ്മമ്മേൻ്റെ അടുത്ത് അങ്ങനെ ഇവന് കൊടുത്ത ബാക്കിയെല്ലാം ഉണ്ടാവും. അത് പ്ലേറ്റിൽ വെച്ചിട്ട് അതവിടെ രാവിലെ കൊണ്ടുപോകും. ചോറും എല്ലാം കൊടുത്ത് പാത്രം എല്ലാം കഴുകുമ്പോൾ അതിലുള്ള ചോറും എല്ലാം പക്ഷിക്ക് കൊടുക്കും. അവര് രക്ഷ തരൂല. കരഞ്ഞു 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 ഒരു വിധാവുമ്പോ പിന്നെ ചായ ഞാൻ പകുതി കുടിച്ചിട്ട് വെച്ചിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കലാണ്. അതെ. മോനെടുത്ത് കഴിച്ചോ, പാലിച്ചോ. അപ്പൊ അതെല്ലാം അമ്മമ്മേരെ ഓരോരോ ദിവസത്തെ കാര്യങ്ങള്. ഒരു നുറുക്ക് കൊടുത്തിട്ട് കഴിക്കട്ടെ അമ്മമ്മ. അമ്മമ്മ നുറുക്കെടുത്തു വന്നേ. രസമുണ്ടോ അമ്മമ്മ ഒന്ന് കഴിച്ചു കാണിച്ചു കൊടുത്തോ. ഞാനൊന്ന് 2-3 കഴിച്ചു. ഇതാ മൂന്നാമത്തെയാണ്. നല്ല തന്നെ. നല്ലല്ലേ അമ്മമ്മേ? നല്ല രസമുണ്ട്. നൈസായതാണ്. ഓരോ നുറുക്കില്ലേ ഭയങ്കര കട്ടിയായിട്ട് തിന്നാൻ പറ്റൂല. പല്ലുവേദന എടുക്കും. ഇത് നല്ലതന്നെ. മഴ വരുന്നുണ്ടോ അമ്മമ്മേ? ഒരു ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. മഴ പിടിച്ചു നിൽക്കുന്നുണ്ട്. അല്ല, ഒരു ഒച്ച കേൾക്കുന്നുണ്ട്. മഴ വരൂ ഇപ്പൊ. മഴ വരൂ ഇപ്പൊ. ഇവന് കുറച്ച് കൊടുത്തേ. ഇല്ല, അല്ല കൊടുക്കണ്ട, നുറുക്ക് കൊടുക്കണ്ട. കേക്ക് കൊടുത്തേ. കേക്ക് ബാക്കിയില്ല. അല്ല കഴിഞ്ഞു. ഒരു ചെറിയ കഷ്ണം കൊടുത്തേ. കൊടുത്തു. ഒരു ചെറിയ കഷ്ണം കൊടുത്തേ.
നീ എന്നാ പിന്നെ മൊത്തം കേക്ക് തിന്നാ നമ്മ എന്നാ തിന്നല്? അമ്മമ്മക്ക് ഓമനക്കുട്ടി എന്ന് പറഞ്ഞാൽ ജീവനാണ്. അവന് കൊടുത്തിട്ട് ഇന്നലെ ഒരു മുട്ട പുഴുങ്ങിയത് പകുതിയാക്കി, ഒരു മുട്ട നടുവേ മുറിച്ചിട്ട് പകുതി ചോറിൽ ഇവന് കൊടുത്തു, പകുതി പൂച്ചക്കും കൊടുത്തു. പൂച്ച തിന്ന് ആ ചോറ് പകുതി മുട്ടിയുള്ളത് അത് തിന്ന് ഇവന് കൊടുത്തത് തിന്നു. അങ്ങനെയെല്ലാം കൊടുത്താ പോരവനെ. രാവിലെ അരി പൊങ്ങിച്ചത് ആ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ അത് തിന്നു. തേങ്ങയെല്ലാം ചരിയിട്ട് കൊടുത്താലും അതും മതി അവന്. അമ്മമ്മക്ക് ചേരാപ്പലിയൊന്നുമില്ല, എല്ലാം മോശമായി പോയി. മേക്കണേന് ചെറുത് എന്നടാ. അമ്മമ്മ ഓമനക്കുട്ടിക്ക് പിന്നെ ഒരു കേക്കിന്റെ ഭക്ഷണം കൊടുത്തു. കാണുന്നില്ലേ, നോക്കുന്നു. അപ്പൊ അതെല്ലാം അമ്മമ്മേരി നമ്മൾ ഇന്നത്തെ വിശേഷങ്ങള്. അമ്മമ്മക്ക് വേറൊന്നും ഇനി പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല അല്ലെ? അമ്മ ഒന്ന് കാണിക്കാൻ പാട്ട് പാടാ കൃഷ്ണന്റെ. അതെ അല്ലെ? പാട്ട് നമുക്ക് വേറെ തന്നെ പാടാം. വേറൊന്നും ഇത് കാണിച്ചു കൊടുക്കാനൊന്നുമില്ല അല്ലെ അമ്മമ്മ അടുത്ത്? കാണിച്ചു കൊടുക്കണം. എന്ത്? അവിടെ ഒരു ആന ചവിട്ടി ഒരു ചെടിയാ? അത് കാണിക്കാനുണ്ട്. എന്നാ കാണിച്ചു കൊടുക്കാം. ചായ കുടിച്ചിട്ട് കാണിച്ചു കൊടുക്കാം. എന്നാ പിന്നെ ഞാനും കൂടി ചായയും അല്ല ചായ ഞാൻ പാലാണ്, അമ്മമ്മയാ ചായ. അമ്മമ്മ ഒരു ചായ കുടിച്ചേ, കുറച്ച് ചായ കുടിച്ചാട്ടെ. അമ്മമ്മ ചായയും കുടിച്ചു, കേക്കും തിന്നു. അതെ, അമ്മമ്മ ഒരു നുറുക്കും കൂടി എടുത്തോ. ഒന്ന് തിന്ന് കാണിച്ചോ. നേരത്തെ തിന്നത് കണ്ടിട്ടുണ്ടാവില്ല. അതും കൂടി തിന്ന് കാണിച്ചോ. അപ്പൊ അമ്മമ്മ മുറുക്കും കൂടി തിന്നു. ഇനി എന്നാ അമ്മ എവിടെ ചെടി താഴലാ? കേറി വരുന്നിടക്കേണ്ടി പോനെ അമ്മമ്മ കാണിച്ചു തരാം. അതെ, പിന്നെ കാണിച്ചിട്ട് ഇതിനിടയ്ക്ക് കാണിക്കണം എന്ന് വിചാരിച്ചു. മറന്നു പോന്നു. പിന്നെ മുക്കുറ്റി ഇതിൽ കാണിച്ചിനെ, മൊബൈലിൽ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അവര് മുക്കുറ്റി ഇല്ലത് നല്ലതാവും. എന്നാ പിന്നെ നമുക്ക് ചായ കുടിച്ചതിന് ശേഷം കാണിക്കാം. മുക്കുറ്റി മോനെ അതിലൊന്നും എടുക്കണേ. കാണിക്കാം. മോന് മുക്കുറ്റി കാണിച്ചു തരാല. എവിടെ ഇല്ലത്? ഏതാ അമ്മമ്മേ? മുക്കുറ്റി ഉണ്ടാ? ഇതാ അമ്മമ്മ പറഞ്ഞ മുക്കുറ്റി. ഇപ്പം വിരിഞ്ഞിട്ടില്ല, പൂവ് ഉണ്ടാവും. ഇത് മൊട്ടത്ര മഞ്ഞ ചെറിയ തന്നാലിടെ ആയതാ. മുക്കുറ്റി ഉണ്ടായാ നല്ലതാന്നാ പറയുന്നു. ശിവന്റെ ജടീന്ന് ഇങ്ങനെ വീണ മഴ ഇതാവല്ലോ തുള്ളികള് മുക്കുറ്റിയായിട്ട് മുളച്ചു വന്നത്. വേറെ എന്താ അമ്മമ്മ കാണിക്കാനുണ്ട് പറഞ്ഞേ? കിട്ടി. വേറെ ആനച്ചവിട്ടി. ആനച്ചവിട്ടിയാ? ആനച്ചവിട്ടി ഒരു മരുന്നാ താഴെയുണ്ട്. അമ്മ അത് കാണിച്ചു തരാം. കാണിച്ചോ? അത് ആയുർവേദ മരുന്നാന്ന് പോലും. എന്നാ അമ്മമ്മ കാണിക്കേ. ആനച്ചവിട്ടി കൊടുത്തു. മോനെ ഇതിനിടയില് ഞാൻ കാണിച്ചു തരാന്ന് വെച്ചാൽ ഇതെല്ലാം ആനച്ചവിട്ടി മരുന്ന്. ഇതെല്ലാം ആനച്ചവിട്ടിയാ? ഇത് മൊത്തം ആനച്ചവിട്ടിയാന്ന് അമ്മമ്മ പറയുന്നത്. ഔഷധം ഇത്? ഇത് മറ്റേ അരിസസ് രോഗം എന്ന് പറയുന്നില്ല മോനെ. പിന്നെ ഈ വേറെ പിന്നെ ഇനി പറയല് അങ്ങനെ രോഗത്തിനെല്ലാം പറ്റുന്ന മൂലക്കുരു എന്ന് പറയുന്നേ, അതിനുള്ള മരുന്നാ പോലും ഇത്. മൂലക്കുരു അരിസസ് രണ്ടും ഒരു രോഗം തന്നെയാണെന്ന് നമുക്ക് അറിയുന്നില്ല. അങ്ങനത്തെ എന്തോ രോഗാണ്, ഒരു രോഗം പോലത്തെ അങ്ങനത്തെ എന്തോ ബന്ധപ്പെട്ട രോഗം. ഇത് പിന്നെ ഇങ്ങനെ വേദി വെച്ചിട്ട് ഇത് ആ വെള്ളത്തിൽ ഇരിക്കണം പോലും. അതെയാ? ഇത് കൊറേ ഇത് ഇവിടെ തന്നാലായതാ? തന്നാലുണ്ടായതാ. കൊറേ ഉണ്ടല്ലേ? ഇത് കൊറേ ഉണ്ട് അമ്മമ്മ. അതാണ് കാടെല്ലാം കളഞ്ഞിട്ട് ഇതിവിടെ ബാക്കി വെച്ചു. ആരെങ്കിലും ആവശ്യമില്ലവര് വന്ന് പൊരിച്ചുകൊണ്ട് പോയിക്കോട്ടെ. അതെ. അങ്ങനെ ഈ ടൈലറി പണിയെല്ലാം എടുക്കുന്ന അവർക്ക് പിന്നെ ഇങ്ങനെ ഉണ്ടാവും. ഒരു ഓഫീസിലെല്ലാം ഇരിക്കുന്നവരെല്ലാം ഇല്ല മോനെ, സ്ഥിരമായിട്ട് ഇരിക്കുന്നേ. അങ്ങനെയില്ല അവർക്ക് ഈ രോഗം വരുമോ. അതുകൊണ്ട് ഇത് ആന ചവിട്ടി എന്ന് പറയുന്നത് ആനേരെ ഒരു ചവിട്ട് പോലെ ഇല്ല മോനെ, കണ്ടാ? അതുകൊണ്ടാ ഈ ആന ചവിട്ടിന്ന് പേരുതാ. ഒരു ആനേരെ കാല് ഇങ്ങനെ വെക്കുക, അതാണ് അതിനങ്ങനെ പേര്. ആന ചവിട്ടി. അതെ. അപ്പൊ അതാണ് അമ്മമ്മക്ക് കാണിക്കാനുണ്ട് പറഞ്ഞത്. നല്ല ആയുർവേദ മരുന്നാണ്. അതാരെങ്കിലും അങ്ങനെ ഉപയോഗിച്ച് നോക്കിക്കോട്ട്. അതെ.
അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയല്ലോ, നമ്മളൊരു ചെറിയ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിർത്താൻ വേണ്ടി പോകുന്നു ഇന്നത്തെ വീഡിയോ. നമ്മളെ ഓമനക്കുട്ടി ഉണ്ട് നമ്മളെ വീഡിയോയിൽ, ഇതാ ബാക്കിൽ ഇതാ ഓമനക്കുട്ടി. നമ്മളെ ഓമനക്കുട്ടി ഇതാ. അമ്മമ്മേരെ പാട്ട് നമുക്ക് വേറെ തന്നെ എടുക്കാം. കൃഷ്ണന്റെ ഒരു പാട്ട് പാടട്ടെ ഇപ്പം, പിന്നെ പാടിയാ മതി. വേറെ നമുക്ക് വേറെ വീഡിയോ എടുക്കാതെ. ഇത് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലെ അവസാനം നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് നിർത്താന്ന് വിചാരിച്ചിട്ടാണ്. അത് ഒരു കാട്ടു ചെണ്ടുമല്ലിയാണ്. ഏത്? ഇത് മോനെ കാട്ടു ചെണ്ടുമല്ലി. ഇത് ഓറഞ്ച് പൂ വിരിയുന്നേ. ഇത് ഓറഞ്ച് പൂ വിരിയുന്നേ. ഓറഞ്ച് പൂ വിരിയുന്നേ അതല്ലേ? ഇത് കാട്ടു ചെണ്ടുമല്ലി അമ്മമ്മ കൊണ്ട് നട്ടതാണ്. അപ്പോ അമ്മമ്മേരെ തുളസി അമ്മമ്മേരെ കൂടുതൽ വീഡിയോകൾ ഇനി അടുത്ത ദിവസങ്ങളിലെല്ലാം ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്നാ പിന്നെ വേറെ വീഡിയോയിൽ കാണാല്ലേ അമ്മമ്മേ? ഇനി ഞാൻ പിന്നെ ഏതെങ്കിലും ആയിട്ട് പിന്നെ കുറച്ച് ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കും. ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഭഗവാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അനുഗ്രഹം എപ്പോൾ ഉണ്ടാവണം കൃഷ്ണന്റെ. പിന്നെ അതുകൊണ്ട് എല്ലാവർക്കും ഭഗവാൻ കടാക്ഷിക്കട്ടെ. അമ്മമ്മേനെ കടാക്ഷിക്കും പോലെ എല്ലാവരും കടാക്ഷിക്കണം. എല്ലാവരുടെ മനസ്സും നല്ല ഇതാവണം, നല്ല ശുദ്ധ മനസ്സാവണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോ പിന്നെ നമ്മളെ പുതിയൊരു വീഡിയോയിൽ കാണാം. ആയിക്കോട്ടെ, എന്നാ പിന്നെ ശരി. പുതിയൊരു വീഡിയോയിൽ കാണാം. പുതിയ വീഡിയോയിൽ ഇനി 2 ദിവസം കഴിയുമ്പോ മോൻ വരും. എന്നിട്ടാകുമ്പോ പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഐറ്റംസ് ആക്കി കാണിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ. അമ്മമ്മ ഇനി എല്ലാം എന്തെങ്കിലും ആക്കി കാണിക്കും അല്ലേ? അതെ, എന്നാ പിന്നെ നമ്മളെ പുതിയൊരു വീഡിയോയിൽ കാണാം. ആയിക്കോട്ടെ, എല്ലാവർക്കും. അതെ, അമ്മമ്മ എല്ലാവർക്കും ഒരു കായ് കൊടുത്തേ. എല്ലാവരും കാണുന്നവര് ഇനി അമ്മമ്മേടെ പരിപാടിയെല്ലാം കാണണം. എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ്. അവർക്ക് നല്ല ഇഷ്ടമുണ്ട്. മോന് സുഖമില്ലാതെ കുറേ മാസങ്ങൾ എന്തെല്ലോ കഷ്ടപ്പാടായി. ഇപ്പം കഷ്ടപ്പാട് ഇങ്ങനെ ഉണ്ടായാലും ഇവിടെ വന്നിട്ട് ഒരു സമാധാനമായി. അതെ, എപ്പായാലും ഒരു നല്ല ഒരു ഇത് നമുക്ക് വരണേ എന്ന് വിചാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ട് ആകുമ്പോൾ ഒരു വിഷമാണ്. അതെ, അപ്പൊ എന്നാ പിന്നെ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം അല്ലേ അമ്മമ്മേ? ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ശരി, ഓക്കെ.